ഹലോ മക്കളെ, അപ്പോൾ ഞാനും മുരുകനും കൂടി ഇന്ന് പോകുന്നത് നമ്മുടെ പുതൂരിലോട്ടാണ് കേട്ടോ. ഇന്ന് അവന് ഓഫീസിൽ പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാനും കൂടെ പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ പൂന്തോട്ടം ഉണ്ടല്ലോ, അവിടെ പോകാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ അവിടെ ഇപ്പോൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം പൂവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കുറച്ച് പാടിക്കരിഞ്ഞൊക്കെ ഇരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. എന്തായാലും അവിടെ അവൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചീനെയും കൂട്ടിയിട്ട് നമ്മൾ അവിടുത്തെ പുഴ സൈഡിലേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കാഴ്ചയായിരുന്നു. എൻ്റെ പൊന്നിടയും എന്തായാലും പോയത് വെറുതെ ആയില്ല. എന്താ പറയുക, നല്ല തെളിഞ്ഞ വെള്ളം, അത് നല്ല രീതിയിൽ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മലഞ്ചെരുവിൻ്റെ നടുക്കായിട്ട്, അതായത് മലഞ്ചെരുവിൻ്റെ താഴെ കേട്ട് എന്താ പറയുക, ഫുള്ള് പച്ചപ്പോട് കൂടിയിട്ട് നല്ല ഉരുണ്ട കല്ലുകളൊക്കെയുള്ള ഒരു പ്രത്യേക ഭംഗിയോട് കൂടിയിട്ടായിരുന്നു ഈ ഒരു പുഴയുടെ ഭംഗി എന്ന് പറയുന്നത്. ആ സൈഡിൽ കൂടെ ഇങ്ങനെ എന്താ പറയുക, പച്ച പുല്ല് വിരിച്ചൊരു മൈതാനം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് കവുങ്ങുന്തോട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ അതുവഴി ഇങ്ങനെ നടക്കുന്ന സമയത്തും ആ ഒരു പുഴയുടെ ആ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടല്ലോ, ആ ഒഴുകുന്ന സൗണ്ട്, അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച്, അവിടുത്തെ കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ. മനസ്സിലുണ്ടാകുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മളിതാ അവിടെ കൊണ്ടങ്ങ് കളഞ്ഞിട്ട് വരുന്ന ആ ഒരു ഇത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോരോ യാത്രകളും നമുക്ക് ഓരോരോ പ്രത്യേക പോസിറ്റീവ് വൈബാണ് തരുന്നതെന്ന്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ കാര്യമായിട്ട് യാത്രകൾ ചെയ്യാനുള്ള സമയമൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഉള്ള സമയം അത് മാക്സിമം നല്ല രീതിക്ക് എനിക്ക് ലഭിക്കാറുണ്ട് കേട്ടോ. എല്ലാത്തിനും എൻ്റെ അനിയൻ മുരുകനോടാണ് ഒരു പ്രത്യേക താങ്ക്സ് ഉള്ളത്.